Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, ടാർഗറ്റ് CUET 2024-ന്റെ ഭാഗമായി നമ്മളിവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒരുപാട് CUET PG 2023 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന സോഷ്യോളജി അഥവാ HUQP 22 എന്ന പേപ്പർ കോഡിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കുറെ ക്വസ്റ്റ്യൻസുമാണ്. സോ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഇതേ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതല്ല, പക്ഷേ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ് സിലബസിൽ ഉള്ളത്. കോൺസെപ്റ്റ്സ് കുറച്ച് മനസ്സിലാക്കുക, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, എത്രത്തോളം സമയം എടുക്കും, എന്തെങ്കിലും തരത്തിലുള്ള ട്രിക്സ് ഒക്കെ തന്നെ ചോദ്യം ചോദിക്കുന്നതിൽ NTI യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു ധാരണ വരുത്തുക എന്നുള്ളതാണ്. സെഷൻ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ്. ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. Who among the following is associated with urban ecology of Chicago School of Thought? അതായത് ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ടിൽ പാർട്ട് ആയിട്ടുള്ള അല്ലെ അതിന്റെ ഡെവലപ്മെന്റിലൊക്കെ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ 19th സെഞ്ചുറി അതുപോലെ 20th സെഞ്ചുറി ഒക്കെ ആയിട്ട് ഈ അർബൻ എക്കോളജി എന്നുള്ള ടോപ്പിക്കിൽ വളരെയധികം പേര് കേട്ട ഒരു സോഷ്യോളജിസ്റ്റിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ഹീസ് ഫ്രോം ഷിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട്. റോബർട്ട് എസ്ട്രാ പാർക്ക് ആണോ, എലൈഹ ആൻഡേഴ്സൺ ആണോ, ടാൽകോട്ട് പാഴ്സൺസ് ആണോ, സാസ്കിയ സാസ്റ്റൻ ആണോ? അപ്പൊ ഇവിടെ ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉത്തരം എളുപ്പമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് റോബർട്ട് എസ്ട്രാ പാർക്ക്. ഷിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Who among the following coined the term megapolis in 1961 to designate a vast urban region containing a number of cities and their surrounding suburbs? മെട്രോപോളിസ് എന്നുള്ള ടേം കുറെ കൂടെ ഫെമിലിയർ ആയിരിക്കും. മെട്രോപോളിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റി, ഒരു urban സിറ്റി എന്ന് നമുക്ക് പറയാം. അതുപോലെ ഒരുപാട് സിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് സിറ്റീസ് ഭാഗമാവുന്ന ഒരു വലിയ പ്രദേശത്തെയാണ് മെഗാപോളിസ് എന്ന് 1961 ആദ്യമായിട്ട് ഒരു വ്യക്തി മെൻഷൻ ചെയ്യുന്നത്. സോ ആ മെഗാപോളിസിന്റെ അന്നേരത്തെ ഏകദേശം നമ്മൾ വിചാരിക്കുന്ന പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മില്യൺ ആണ്. അതായത് കേരളത്തിന്റെ പോപ്പുലേഷൻ ഏകദേശം 3.5 കോടിയാണ്. 25 മില്യൺ എന്ന് വെച്ചാൽ ഏകദേശം 2.5 കോടി ആൾക്കാരോളം തിങ്ങിപ്പാർക്കുന്ന സിറ്റീസ്, അതിനെയാണ് മെഗാപോളിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യമായി ഈ ടേം കോയിൻ ചെയ്തത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ജീൻ ഗോഡ്മാൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Two general differences between the religious belief systems of pre-industrial and western industrial societies. അതായത് പ്രീ ഇൻഡസ്ട്രിയൽ അതുപോലെ വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് മുമ്പാണ് ഈ പറയുന്ന പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അത് രണ്ടും കൂടെ നോക്കുമ്പോൾ റിലീജിയസ് ബിലീഫ് സിസ്റ്റംസിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്, അല്ലെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത്. അത് നോട്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഓരോന്ന് വായിച്ചു പോകാം. The distinctions of sacred and secular is not clear in pre-industrial societies. Sacred അതുപോലെ തന്നെ സെക്യുലർ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യത്യാസം, ആ ഒരു വര എന്നുള്ളത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള രണ്ട് കാര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. The role of the collective belief system is more in pre-industrial society. അതായത് കളക്റ്റീവ് ബിലീഫ് സിസ്റ്റം, എല്ലാവർക്കും കൂടെ ഒരു കൈൻഡ് ഓഫ് ഒരു വോയിസ്, ഒരുപാട് ആൾക്കാർ ചേർന്ന് അവരെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം, അപ്പൊ അതിനാണ് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം, അതിനാണ് ഈ കളക്റ്റീവ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ പേഴ്സണൽ ഫെയ്ത്ത് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഈസ് മോർ ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിലേക്ക് വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു വിശ്വാസം, മറ്റേതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത് കുറെ കൂടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആവുകയാണ്. റിലീജിയൻ ഈസ് പ്രീഡോമിനന്റ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദി പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് കമ്പയർഡ് ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇപ്പൊ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലൈഫിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു റിലീജിയൻ കമ്പയർഡ് ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ദർ ഈസ് പ്രീഡോമിനൻസ് ഓഫ് ഓർഗനൈസേഷണൽ ഫോംസ് ഓഫ് റിലീജിയൻ. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോഴേക്കും ഓർഗനൈസ് ഫോം ഓഫ് റിലീജിയൻ എന്താണ്? ഫോർ എക്സാമ്പിൾ പറയാം, ചർച്ച്, അല്ലെങ്കിൽ വ്യത്യസ്ത കൾട്ടുകളുണ്ട്, വ്യത്യസ്ത സെക്ട്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഫോംസ് ഓഫ് റിലീജിയൻ എന്ന് മെൻഷൻ ചെയ്യുന്നത്. അത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇതിൽ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ? ABCD-യിൽ BCD ആണോ, ACD ആണോ, ABD ആണോ, ABC ആണോ? ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഇവിടെ A നമുക്ക് വെട്ടാം, BCD ആണ് കറക്റ്റ് ആൻസർ. ബിയും സിയും ഡിയും ട്രൂ ആണ്, A എന്നുള്ളത് അങ്ങനെ ആയിരുന്നില്ല. സോ ഓപ്ഷൻ
എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. Who among the following authored Magic, Science and Religion? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആൻഡ് ദി ഓതർ ഈസ് ഓൾസോ ക്വൈറ്റ് ഫേമസ്. അദ്ദേഹം ഫീൽഡ് വർക്കിന്റെ മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള, ഫീൽഡ് വർക്കിനെ ഒന്ന് നമുക്കതിനെ മൊത്തത്തിൽ റെവല്യൂഷനൈസ് ചെയ്തു എന്ന് തന്നെ പറയാം, ഫീൽഡ് വർക്ക് എന്നുള്ള ഒരു കാര്യത്തെ. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബ്രോണിസ്ലോ മലിനോസ്കി. The sociological imagination enables us to see history and biography and the relation between the two. That is its task and its promise. Who among the following could be associated with the above statement about the discipline of sociology? അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയി മനസ്സിലാക്കേണ്ടുന്ന കാര്യം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളത് ഒരു കോൺസെപ്റ്റിൽ ഉപരി അതൊരു ബുക്ക് കൂടിയാണ്. ഓക്കെ, ആ ബുക്കിന്റെ ഓതറെ താഴെ കൊടുത്തിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ബുക്കിൽ നിന്നുള്ള അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം വരുമ്പോൾ അതിന്റെ ഓതർ തന്നെ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈവൻ ഇഫ് നിങ്ങൾ ഈ ബുക്കിലെ ലൈൻ ബൈ ലൈൻ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്തത്. സോ ബുക്കിന്റെ ഓതർ താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പറയുന്നത് ഹിസ്റ്ററിയും ബയോഗ്രഫിയും കൂടെയുള്ള ബന്ധം കാണിക്കുന്ന ഒന്നാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഹിസ്റ്ററിയും ബയോഗ്രഫി എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലങ്ങളായിട്ട് വ്യത്യസ്ത പീരീഡ് ഓഫ് ടൈമിൽ വന്നിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആയുള്ള ചേഞ്ചസിനെയാണ് ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബയോഗ്രഫി എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ, അതായത് ഓരോ ആൾക്കാരുടെയും ജീവിതത്തെ സംബന്ധിച്ച് ഈ ഹിസ്റ്ററി എത്രത്തോളം ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ജീവിതം എത്രത്തോളം ഹിസ്റ്ററിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബന്ധത്തെ കാണിക്കുക എന്നുള്ളതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ ഉദ്ദേശം. അതായത് അതിന്റെ ഒരു പേർക്സിൽ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്ററിയും ബയോഗ്രഫിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുക എന്നുള്ളത്. സോ അത് പറഞ്ഞിട്ടുള്ള വേറെ ആരും അല്ല, അതിന്റെ ഓതർ ആയിട്ടുള്ള സി റൈറ്റ് മിൽസ് ആണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ബുക്കിന്റെ ഓതർ സി റൈറ്റ് മിൽസ് ആണ്. നിർബന്ധമായി നിങ്ങൾ സോഷ്യോളജി പേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വായിച്ചിരിക്കേണ്ടുന്ന ഒരു ബുക്കാണ്. ഒബ്ജക്റ്റീവ് നോളജ് കുഡ് ബി അപ്രോച്ച് ത്രൂ ഫോൾസിഫിക്കേഷൻ, നോട്ട് വെരിഫിക്കേഷൻ, ആൻഡ് ത്രൂ ഡിഡക്ഷൻ, നോട്ട് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഫോൾസിഫിക്കേഷനിലൂടെ ഒബ്ജക്റ്റീവ് നോളജിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതുപോലെ ഡിഡക്ഷനിലൂടെ പറ്റും, ഇൻഡക്ഷനിലൂടെ പറ്റില്ല. അപ്പൊ ഇതിൽ ഇത്രയും അധികം കാര്യങ്ങളിലേക്ക്, ഈ കോൺസെപ്റ്റ്സിലേക്കൊക്കെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി ഇറങ്ങിച്ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം ഗിവൺ ദ ടൈം. അപ്പൊ ഒബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം വരണം. അതുപോലെ തന്നെ തിയറി ഓഫ് ഫോൾസിഫിക്കേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ പോയിട്ട് ഓപ്ഷൻ എ കാൾ പോപ്പറിൽ മാർക്ക് ചെയ്യുക. ഒബ്ജക്റ്റീവ് നോളജ് ആയിക്കോട്ടെ, അതുപോലെ തിയറി ഓഫ് ഫോൾസിഫിക്കേഷൻ ആയിക്കോട്ടെ, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാൾ പോപ്പറുമായിട്ടാണ്. തോമസ് കൂൺ ആയാലും കാൾ മൻഹൈം ആയാലും ബ്രൂണോ ലാട്രോ ആയാലും ഒക്കെ തന്നെ കാൾ പോപ്പർ കഴിഞ്ഞിട്ടേ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്സ് വേറെ ആരുമായിട്ടും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബിക്കോസ് എല്ലാം പഠിച്ചു പോയിട്ട് സോഷ്യോളജി ഈവൻ ഇഫ് പുതിയ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ അധികം പഠിക്കാനില്ല എന്നൊക്കെ പലരും പറയുമെങ്കിൽ തന്നെയും കമ്പയർ ടു പൊളിറ്റിക്കൽ സയൻസ്, കേട്ടോ, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ അത്രയും മുമ്പേ ഉള്ള ഒരു കാര്യമാണ്, അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശരിയാണ്, ന്യൂ സബ്ജക്ട് ആയിരിക്കാം. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കുറച്ചേറെ പഠിക്കാനുണ്ട്, ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് അവരുടെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ ഉത്തരം എഴുതാൻ ഒരുപാട് എളുപ്പമുണ്ടാവും. സോ ഇവിടെ കാൾ പോപ്പർ ആണ് റൈറ്റ് ആൻസർ. അപ്പം കാൾ പോപ്പറിന്റെ തിയറി എന്ന് പറയുമ്പോൾ അതിൽ സയന്റിഫിക് ആൻഡ് നോൺ സയന്റിഫിക് തിയറീസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തിയറി ഓഫ് ഫോൾസിഫിക്കേഷൻ. സോറി, ദ ഐഡിയ ദാറ്റ് നോളജ് ഈസ് റൂട്ടഡ് ഇൻ എ പെർട്ടിക്കുലർ ടൈം ആൻഡ് കൾച്ചർ ഈസ് നോൺ ആസ്. നോളജ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞിരിക്കുന്ന താഴെ കൊടുക്കുന്ന ഉത്തരങ്ങളിൽ ഒരു ഉത്തരത്തിന്റെ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനശാസ്ത്രം എന്നുള്ളതാണ്. ദ സ്റ്റഡി ഓഫ് നോളജ്. അപ്പൊ ഈ സ്റ്റഡി ഓഫ് നോളജുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരമാണിത്. സോ ദ ഐഡിയ ദാറ്റ് നോളജ് ഈസ് റൂട്ടഡ് ഇൻ എ പെർട്ടിക്കുലർ ടൈം ആൻഡ് കൾച്ചർ, അതായത് ഒരു കൾച്ചർ, ഒരു ടൈമിന് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ കൈൻഡ് ഓഫ് നോളജും ജനറേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു നോളജ് എന്ന് പറയുന്നത് കറന്റ്ലി ഒരു പക്ഷേ റെലവെന്റ് ആയിക്കോണം എന്നില്ല. അപ്പൊ അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് എപ്പിസ്റ്റമിക് റിലേറ്റിവിസം ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇത്രയും ഇത് കുറച്ച് ഡെപ്ത് പോകുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഇത് നിങ്ങൾക്ക് ഈ അടുത്ത വർഷവും, അതായത് ഈ വരുന്ന വർഷവും എക്സാമിന് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, പക്ഷെ സമയം കിട്ടുകയാണെങ്കിൽ നോക്കുക. ഈ സോഷ്യോളജിയെ സംബന്ധിച്ച് തിയറീസ് മനസ്സിലാക്കുന്നതിൽ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഭയങ്കര എളുപ്പമാണ്. ആൻഡ് ചില കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് വേറൊന്നും മനസ്സിലാക്കാതെ തീരെ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് എപ്പിസ്റ്റമിക് റിലേറ്റീവ്സ് എന്നൊക്കെ ഉള്ളത് പി ജിക്ക് നിങ്ങൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് ടൈം ഉണ്ടെങ്കിൽ നോക്കുക, അല്ലാത്ത പക്ഷം ലാസ്റ്റിലേക്ക് മാറ്റി വെച്ച് നോക്കിയാലും കുഴപ്പമുണ്ടാവില്ല. സോ ഇവിടെ റൈറ്റ് ആൻസർ എപ്പിസ്റ്റമിക് റിലേറ്റീവ്സ് ആണ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ റോങ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയാനാണ് പറയുന്നത്. പീപ്പിൾസ് മൂവ്മെന്റ് ഇൻ ടു എ ടെറിട്ടറി കോമൺലി ടേംഡ് ആസ് ഇമിഗ്രേഷൻ ഈസ് മെഷേർഡ് ആസ് ആൻ ഇൻമൈഗ്രേഷൻ റേറ്റ് കാൽക്കുലേറ്റഡ് ആസ് ദി നമ്പർ ഓഫ് പീപ്പിൾ എൻറ്ററിംഗ് ആൻ ഏരിയ ഫോർ എവറി 1000 പീപ്പിൾ ഇൻ പോപ്പുലേഷൻ. 1000 എത്ര ആൾക്കാർ അകത്തോട്ട് വരുന്നു എന്നുള്ളത് കണക്കാക്കിയാണ് ഇൻമൈഗ്രേഷൻ കണക്കാക്കുക എന്നാണ് പറയുന്നത്. ഇനി സെയിം രീതിയിൽ തന്നെ ഔട്ട് മൈഗ്രേഷൻ, അതിനെയാണ് 1000 എത്ര ആൾക്കാർ പുറത്തു പോകുന്നു എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. അപ്പൊ ഇത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത മറ്റൊന്നും കൊണ്ടല്ല, ഇത് 2023 ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഓപ്ഷൻസും ക്വസ്റ്റ്യനും ഒക്കെ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചോദ്യം തെറ്റാണോ അല്ലയോ എന്നുള്ളത്. ബിക്കോസ് ആ പ്രഷേർഡ് സിറ്റുവേഷനിൽ ഈവൻ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് തെറ്റാണെന്ന് തോന്നുന്ന ഉത്തരങ്ങൾ നമ്മൾ ചിലപ്പോൾ എഴുതി വെക്കും. എഴുതിയോണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ക്വസ്റ്റ്യൻ തെറ്റായി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും 4 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇതിന് റൈറ്റ് ആൻസർ ഇല്ല, ഡ്രോപ്പ് ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് ഇനി ഇതിൽ ഏതെങ്കിലും റൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. Sexual intimacy between primary kin exists and being in the nature of incest, such attraction must be repressed. അപ്പൊ പ്രൈമറി കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കൾ. ഈ വളരെ അടുത്ത ബന്ധുക്കളുടെ ഇടയിൽ സെക്ഷൽ ഇന്റിമസി ഉണ്ടാവുകയും അതിനെ ഇൻസെസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അത് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു രീതിയിലുള്ള അട്രാക്ഷൻ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ എന്ത് മെക്കാനിസത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്? അതായത് പ്രൈമറി കിൻ ആവാൻ പാടില്ല, അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സെക്ഷൽ ഇന്റിമസി ഉണ്ടാവാൻ പാടില്ല. സോ സൊസൈറ്റി എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും? ആ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ മുന്നോട്ട് പോകും? ഒരു ഉത്തരമേ ഉള്ളൂ, മോണോഗമി അല്ല, എക്സോഗമി അല്ല, മോണോഗമി അല്ല, പ്രൊമിസ്ക്യൂറ്റി അല്ല, ഈഡിപ്പസ് കോംപ്ലക്സും അല്ല. റൈറ്റ് ആൻസർ ഈസ് എക്സോഗമി. വിത്തിൻ കമ്മ്യൂണിറ്റി അല്ലാതെ ഔട്ട്സൈഡ് ദ കമ്മ്യൂണിറ്റി, ഔട്ട്സൈഡ് ദി സൊസൈറ്റി മാരേജ് അല്ല, ഔട്ട്സൈഡ് ദ ഫാമിലി മാരി ചെയ്യുക. അതായിരുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ള, ഏറ്റവും ഈ പറഞ്ഞിരിക്കുന്ന കൈൻഡ് ഓഫ് ഇൻസെസ്റ്റ് എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിൽ, അങ്ങനെ ഒരു പ്രവണത ഇല്ലാതാക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ വഹിച്ചത് എക്സോഗമിയാണ്. സോ ഇവിടെ റെഫർ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എക്സോഗമിയാണ്.